നമസ്കാരം, എന്റർടൈൻമെന്റ് വാർത്തയുമായി അവർ ടി വി 24/7. ആത്മഹർഷം 2025 എന്റർടൈൻമെന്റ് ഷോ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറി. ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ആത്മയുടെ വാർഷിക മഹോത്സവം ആത്മഹർഷം 2025 സിനിമ സീരിയൽ താരം ദിനേശ് പണിക്കരുടെ നേതൃത്വത്തിൽ ഭംഗിയായി നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ, പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാരായ കിഷോർ സത്യ, മോഹൻ ആയൂർ, ജനറൽ സെക്രട്ടറി ദിനേശ് പണിക്കർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിച്ചു. 300-ലധികം അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ 400 അംഗങ്ങൾക്ക് 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കാർഡുകൾ നിലവിൽ വന്നു. കൂടാതെ ആത്മ വണ്ടർ അവാർഡുകളും പ്രഖ്യാപിച്ചു. ആദ്യത്തെ മൂവി വണ്ടർ അവാർഡ് മലയാള സിനിമയുടെ കാരണവർ മധുസാറിന് 92ാമത് പിറന്നാൾ മധുരമായി വസതിയിൽ നൽകി. കൂടാതെ മീഡിയ വണ്ടർ അവാർഡ് ശ്രീകണ്ഠൻ നായർക്കും, ലൈഫ് ചലഞ്ച് വണ്ടർ അവാർഡ് പെഗാസസ് അജിത് രവിക്കും, ബിസിനസ് വണ്ടർ അവാർഡ് മണപ്പുറം ഫിനാൻസ് MD VP നന്ദകുമാറിനും നൽകി. ആത്മ അംഗങ്ങൾക്ക് 13 വീടുകൾ നിർമ്മിച്ചു നൽകാൻ പദ്ധതിയും പ്രഖ്യാപിച്ചു. തിലാൽ സിറ്റി പ്രോജക്ടിന് കല്ലാട്ട് ഗ്രൂപ്പിന്റെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറിമണി. ഷാർജ ദുബായ് അതിർത്തിയിൽ ഉയർന്നുവരുന്ന തിലാൽ സിറ്റിയിൽ കല്ലാട്ട് ഗ്രൂപ്പിന്റെ പുതിയ ടൗൺ ഹൌസ് അപ്പാർട്ട്മെന്റ് പദ്ധതിയുടെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറിമണി നടന്നു. കല്ലാട്ട് ഗ്രൂപ്പ് ഡയറക്ടർ താൻസി താഹിർ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ ഷാർജ ചേംബർ ചെയർമാൻ ഹിസ് എക്സലൻസി അഹമ്മദ് അൽ മദ്ഫ മുഖ്യാതിഥിയായി. ചെയർമാൻ ഡോക്ടർ താഹിർ കല്ലാട്ട് പ്രസംഗത്തിൽ പ്രവാസി മലയാളികൾക്ക് ഭവന സ്വപ്നത്തിനും മികച്ച നിക്ഷേപത്തിനും വഴിയൊരുക്കുന്ന പദ്ധതിയാണിതെന്ന് വ്യക്തമാക്കി. കച്ചേരിയിലൂടെ ഹൃദയം കവർന്ന് ഫാദർ പോൾ പൂവത്തിങ്കൽ. മാങ്കാവ് തിരുവണ്ണൂർ സ്വാതിതിരുനാൾ കലാകേന്ദ്രത്തിൽ നവരാത്രി സംഗീതോത്സവത്തിന്റെ ഭാഗമായാണ് ഫാദർ പോൾ പൂവത്തിങ്കൽ കച്ചേരി അവതരിപ്പിക്കാൻ എത്തിയത്. പാടും പാതിരി എന്നറിയപ്പെടുന്ന ഫാദർ പോൾ കർണാടക സംഗീതത്തിൽ PhD നേടിയ ആദ്യ വൈദികനാണ്. യേശുദാസിന്റെയും ചന്ദ്രമന നാരായണൻ നമ്പൂതിരിയുടെയും ശിഷ്യനുമാണ്. തൃശൂർ ചേതന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓക്കോളജി മേധാവിയുമാണ് ഫാദർ പോൾ പൂവത്തിങ്കൽ. ഡോക്ടർ സുനിൽ മഞ്ചേക്കറിന് സി മീഡിയ 2025 അവാർഡ് ലഭിച്ചു. ദുബായ് ഹിൽട്ടൺ അൽ ഹബ്തൂർ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സുസ്ഥിര രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ സുനിൽ മഞ്ചേക്കറിന് സി മീഡിയ അവാർഡ് ലഭിച്ചു. മുൻ UAE കാലാവസ്ഥ പരിസ്ഥിതി മന്ത്രിയായ ഹിസ് എക്സലൻസി അബ്ദുള്ള അൽ നൊയ്മിയും ബോളിവുഡ് നടൻ അർബാസ് ഖാനും ചേർന്ന് അവാർഡ് നൽകി. ദുബായ് പ്രവാസി അസോസിയേഷൻ നക്ഷത്രങ്ങളുടെ ഓണം 2025 സീസൺ 2 ദുബായിൽ സംഘടിപ്പിച്ചു. ദുബായ് പ്രവാസി അസോസിയേഷന്റെ നക്ഷത്രങ്ങളുടെ ഓണം 2025 സീസൺ 2 അതിവിപുലമായ പരിപാടികളോടെ റീജൻ പാലസ് ഹോട്ടൽ ദുബായിൽ വെച്ച് നടന്നു. ചീഫ് ഗസ്റ്റ് അഹമ്മദ് അൽ ഹോസനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദുബായ് പ്രവാസി അസോസിയേഷന്റെ ഫൗണ്ടറും പ്രോഗ്രാം ഡയറക്ടറുമായ ഷൈനി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിച്ചു. എന്റർടൈൻമെന്റ് ന്യൂസുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. This news brought to you by Lucky Center and Lucky Department Store, Ajjuman.